ഹലോ ഗൈസ്, ഞാനുള്ളത് മലബാർ ക്യാൻസർ സെൻ്ററിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ക്യാൻസറിനോട് മല്ലടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ഒരു ക്യാൻസർ പേഷ്യൻ്റ് എന്ന നിലയിൽ നമുക്ക് അമ്മയ്ക്ക് എന്തൊക്കെ മോട്ടിവേഷൻ തരാണ്ടെന്ന് നോക്കാം. ഏകദേശം 4 കൊല്ലത്തോളമായി അമ്മ ക്യാൻസറിനോട് മല്ലടിക്കുന്നു. അപ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെ പറയാനെന്ന് നോക്കാം. പറയൂ അമ്മേ, എന്തൊക്കെയാണ് നമ്മുടെ പുതിയ ക്യാൻസറുകളുള്ളൊരു മോട്ടിവേഷൻ? ക്യാൻസർ വരുന്നതിൻ്റെ മുമ്പുള്ള ലക്ഷണങ്ങളാണ്. പറഞ്ഞോ. വയറുവേദനയായിട്ട് തുടക്കം വരും. അപ്പം നമ്മൾ ഓർക്കും ഗ്യാസാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ഇങ്ങനെ 1 മണിക്കൂർ ക്ലാസ് കൊണ്ട് നടക്കും. മോട്ടിവേഷൻ കൊടുക്കും. അപ്പോൾ ഒരിക്കലും ഗ്യാസാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു 2-3 മാസം നിങ്ങൾ ഗ്യാസ് തന്നെ ഗുളിക കഴിച്ചോ. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ വയറിൻ്റെ ഇടതും വലത്തുമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വേദന നിങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. അതിന് നിങ്ങൾ ആദ്യം ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോകണം. ബ്ലഡ് ചെക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എനിക്ക് പെട്ടത് 1 ആഴ്ച കൊണ്ട് റിസൾട്ട് വന്നു. അപ്പം ഇതിന് ബ്ലഡ് ക്യാൻസർ ആണെന്ന് അവർ അങ്ങനെ മനസ്സിലാക്കി പറഞ്ഞു തന്നു. പക്ഷെ ഞാൻ തളർന്നില്ല. ഞാനോർത്ത് ഇതൊക്കെ എന്തപ്പോൾ ഒരു പനിയാന്ന് ഓർത്തുകൊണ്ട് ഞാനത് തള്ളിക്കളഞ്ഞു. പക്ഷേ ഞങ്ങളോട് ക്യാൻസർ സെൻ്റർ മലബാർ ക്യാൻസറിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് ഞങ്ങൾ ഡോക്ടറെ കണ്ടു. നമ്മൾ പിന്നെ ഒരു ബയോപ്സി ചെയ്തു. അതിൻ്റെ റിപ്പോർട്ട് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ക്യാൻസർ ആണെന്ന് കണ്ടു. പിന്നെ ഞങ്ങൾ 15 ദിവസത്തെ ഗുളിക കഴിച്ചു. അന്ന് പിന്നെ അത് 1 മാസത്തെ 15 ദിവസം കൂടി 3 മാസം വരെ ഞങ്ങൾ വന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ ഗുളിക കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, കീമോയുടെ ഗുളികയാണ് കഴിക്കുന്നത്. അതായത് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ശരീരമായിട്ട് അത് ഗുളിക നമ്മൾ ശരീരമായിട്ട് ഇണങ്ങി വരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് സഹിക്കാനുള്ള ഒരു മനക്കരുത്തും പിന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മപ്രചോദനവും ഓക്കെ ഗായ്സ്, അപ്പം ഇത്രയാണ് പറയുന്നത്. ഇതന്നെ